അമ്മേ ബാഗ്? വെള്ളം ഇതിന് മുമ്പ് താമസിച്ചിരുന്നവര് പെട്ടെന്നാണ് മാറിപ്പോയത്. കാരണം എന്താണെന്നറിയില്ല. പലരും പല രീതിയിലുള്ള ആൾക്കാരല്ലേ, നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? പിന്നെ പരിസരമൊക്കെ എങ്ങനുണ്ട്? അത് പിന്നെ കുഴപ്പമില്ല, നല്ല സ്ഥലവാ. ദൈവാധീനം. ഇതിനു മുമ്പ് ആരാ താമസിച്ചേ? 1-2 പേര് വന്ന് നോക്കിയതാ. സരസം ബ്രോക്കർ പറഞ്ഞിട്ടാ ഞങ്ങൾ വന്നത്. മനസ്സിലായി. നിങ്ങൾ ഇന്ന് വരുമെന്ന് പറഞ്ഞിരുന്നു. താക്കോലും തന്നിട്ടാ പോയത്. ഏതാണ്ട് വലിയ കോളിന് പോയിരിക്കും. വീട് ഞങ്ങൾ കണ്ടിട്ടില്ല ചേട്ടാ. എവിടെയാ വീട്? എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവിടുന്ന് നേരെ പോയി പാലം ഇറങ്ങി വയലിനടുത്ത് ആദ്യം കാണുന്ന വീട്. ഇന്നാ താക്കോല്. ശരി. വാ മോളെ. 2 ചായ കൂടെ എടുത്തു. ചേച്ചി ശരിയാക്കി തരാം. ഇന്നലെ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ. ശരിയാവും. എടി ഞാൻ പോയി അത്യാവശ്യം എന്തെങ്കിലും വേണ്ടത് മേടിച്ചിട്ട് വരാം. അച്ഛന്റെ മരുന്ന് തീർന്നിരിക്കുക, അതോടി. വേണ്ട മോനെ, ഈ പട്ടിക്കാട്ടിൽ എവിടുന്നാ വരുന്നു കേട്ടാ? ഒന്നും പറയണ്ട, രാത്രി കിടന്ന് വലിക്കാനല്ലേ, ഞാൻ മേടിച്ചോളാം. മുട്ടായി വേണം. പിന്നെന്താ, അച്ഛന്റെ ചുന്തരി കുടിക്കൊക്കെ മിഠായി ഞാൻ മറക്കൂ. ചേട്ടൻ പോയിട്ട് വാ, ഇങ്ങ് വാടി പെണ്ണെ. ഓമിച്ച് കുടിച്ചു മടുത്ത്. എന്താ മോളെ? ആരാ മനസ്സിലായില്ല. ഇവിടെ ക്രൂരമൃഗങ്ങളുള്ള സ്ഥലമാ. ഞങ്ങളാ ഇവിടുത്തെ രക്ഷാപ്രവർത്തകരെ. മനസ്സിലായോ? ഏതാ നിങ്ങളാരാ? നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നേ? ആ നിൽക്കുന്ന ആളാ മെയിൻ വട്ടപ്പള്ളി രാജൻ. അണ്ണോ ഇച്ചിരി വെള്ളം തരുമോ? എനിക്ക് ഇങ്ങനെയുള്ളവരെ കണ്ടാലേ ഭയങ്കര ദാഹവാ. നിന്നെ കാണുമ്പോഴേ അങ്ങ് കുടിക്കാനുള്ള ദാഹം. നീ പെട്ടെന്ന് വെള്ളം എടുക്ക്, ഭയങ്കര ദാഹം. മോനെ, ഞങ്ങള് പാവങ്ങളാ, ഉപദ്രവിക്കരുത്. അയ്യോ, ഉപദ്രവിക്കാനോ? ഞങ്ങളെ ക്ഷേമം തിരക്കാൻ വന്നവരാ. അല്ലേടാ? അയ്യോ അണ്ണോ, എന്താടാ? നമ്മുടെ സതീശന്റെ അച്ഛൻ പോയണ്ണ. അയ്യോ, പോയാ? അയ്യോ, കഷ്ടം. അപ്പൊ ഇന്നത്തെ വെള്ളവടി അവിടെ കാരണവരേ. പോട്ടെ പോട്ടേടാ, ദാഹം നാളെ ഉണ്ടാവും. ഏട്ടാ, അതെ, എനിക്ക് പേടിയാവുന്നു. ഇതിൽ പോകുമ്പോ അവരുടെ നോട്ടം എനിക്ക് കാണാൻ വയ്യ ഏട്ടാ. നമുക്ക് വേറെ എവിടെങ്കിലും പോയാലോ? ഇനി എങ്ങോട്ട് പോവാനാ? എത്ര നാളായിട്ടുള്ള ഓട്ടായത്? എത്രാമത്തെ വീടായത്? അതല്ല ഏട്ടാ, അവരുടെ ശല്യം കൊണ്ട് പറഞ്ഞതാ. ഏട്ടൻ വിഷമിക്കണ്ട. എവിടെ പോവാനാ? എവിടെ പോയാലും ഇവന്മാരെ പോലുള്ളവരുണ്ടാവും. എനിക്കൊരു ജോലി ചോദിച്ചു പോകാൻ വയ്യ. അവിടെ ഇവന്മാരുടെ ശല്യം ഉണ്ടാവും.
നമുക്ക് എവിടെയെങ്കിലും പോവാ അച്ഛ. ഇന്നലെ ഒരു മാമൻ എന്നെ വഴി വെച്ച് കയറി ഉമ്മ വെച്ചു. എനിക്ക് പേടിയാ. മോനെ നാളെ പോയി നമ്മുടെ വീട്ടുടമസ്ഥനെ ഒന്ന് കാണ്. ശരി അച്ഛ. ആ എന്താ സാർ, ആ വട്ടപ്പള്ളിയെ കൊണ്ട് ഒരു രക്ഷയില്ല. അവൻ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. ഓ അതിന് ഞാൻ എന്നാ വേണം? സാർ അവരോടൊന്ന് പറയാമോ എന്നെ ഉപദ്രവിക്കരുതെന്ന്? ആ കൊള്ളാം, ഞാൻ തന്നെ എൻ്റെ കഞ്ഞിയിൽ മണ്ണുവാരിടണോ? സാറേ, എടോ അവന്മാര് മഹാവൃത്തികെട്ടവന്മാരാ. സാറൊന്ന് പറയണം. എടോ അവര് രാഷ്ട്രീയ ഗുണ്ടകളാ. എനിക്ക് 2 പെമ്മക്കളാ. അവര് വഴി നടക്കണ്ടേ? മാത്രമല്ല എനിക്കൊന്ന് 2 സ്ഥാപനമുള്ളത് എനിക്കറിയാമല്ലോ. തനിക്കറിയാമല്ലോ, ഒരു പ്രശ്നം വന്നാൽ ആദ്യം അവന്മാരത് പൂട്ടിക്കും. ആ താൻ ചെന്നാട്ടെ. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, എനിക്കും ജീവിക്കണ്ടേ. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? തനിക്ക് വീട് വാടക എന്ന് പറഞ്ഞിട്ട് തൻ്റെ വീടിൻ്റെ പ്രൊട്ടക്ഷൻ മുഴുവൻ ഞാൻ എടുക്കണോ? താമസം തുടങ്ങിയിട്ട് 2 ദിവസം പോലും ആയിട്ടില്ല. അതിൻ്റെ വാടക എനിക്ക് വേണ്ട. അഡ്വാൻസ് വേണേ തിരികെ തരാം. പിന്നെ താനൊരു കാര്യം ചെയ്, ഇവിടുത്തെ ആ മെമ്പറെ ചെന്ന് കാണു. വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ വന്നിരിക്കുന്നു. ഇതാ ഞാൻ പറഞ്ഞിരിക്കുന്ന വാടകക്കാരൻ. ഏതാടോ അവന്മാര്? ഇതാ വട്ടപ്പള്ളിയും പിള്ളേരുവാ. അവന്മാരെ കൊണ്ട് വലിയ ശല്യമായല്ലോ. ഇപ്പൊ എവിടെ ഉണ്ടോ അവന്മാര്? ആ കൊടിമര കേസിന്റെ ജാമ്യം എടുക്കാൻ പോയിരിക്കുക. അത് ഇതുവരെ തീർന്നില്ലേ? അത് പോട്ടെ, താൻ ഏത് പാർട്ടിക്കാരനാ? ഞാനൊരു പാർട്ടിയിലും ഇല്ല സാർ. അത് ശരി. ഇക്കാലത്തൊരു പാർട്ടി ഇല്ലാതെ എങ്ങനെ ജീവിക്കൂടൂ? താൻ പോയിക്കോ, ഇത് ഞാൻ നോക്കിക്കോളാം. വലിയ ഉപകാരം സാർ. നല്ല വെള്ളമാണല്ലോ. എന്റെ ദാഹം എന്റെ ചക്കര അറിഞ്ഞല്ലേ. ഇവിടാണ് ദാഹം തീർക്കാൻ പറ്റിയ സ്ഥലം. ആരുമില്ല. പരട്ടക്കിടവൻ വിളിക്കാൻ കണ്ട സമയം. എന്താടോ, എന്തു പറ്റി? ആര്? അവൻ എന്നെ. നീ സ്വപ്നം കണ്ടതാ. ചുമ്മാ മനുഷ്യനെ പേടിപ്പിക്കാതെ താൻ കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇനി അവന്റെ ശല്യം ഉണ്ടാവില്ല. താൻ ഉറങ്ങും. എന്താ മോളു? എന്താ മോളെ? കണ്ടോടി അവരുടെ പോക്ക്. ഇനി ശല്യം ഉണ്ടാവില്ല. സമാധാനായി. ആ നേതാവ് നല്ലവനാ. നീ വല്ലതും വിളമ്പി വയ്ക്ക്, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. ശരി. ചക്കര
ഒന്നടങ്ങ് മോളെ. അയ്യോ, പിടിക്കല്ലേ. അയ്യോ. പേടിപ്പിക്കണടാ. എന്റെ ചക്കരെ മോനെ, നീ എന്ത് വിചാരിച്ച് ഞാനങ്ങ് പേടിച്ചു പോയെന്നാ? നേതാവേ എന്നെ അങ്ങ് ഒലത്തു വിചാരിച്ചോടാ നീ. അയ്യോ ചക്കരെ, നിന്ന് പോളയല്ലടി നീ. സുന്ദരി, പട്ടപ്പള്ളി ഒന്നും ആഗ്രഹിച്ചല്ലേ അത് നേടും. അത് ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാം അല്ലേടാ. നിനക്ക് എന്തറിയാടാ? എടാ, ഞങ്ങളെപ്പോലുള്ളവരില്ലെങ്കിലേ ഇവിടെ രാഷ്ട്രീയ നേതാക്കന്മാർ ഇല്ലടാ. ഡാ, അവര് കാണിക്കുന്ന എല്ലാ തരികിടക്കും അകത്ത് പോയി കിടക്കുന്ന ഞങ്ങളാടാ. മോളെ മോളെ അടങ്ങി വെള്ളം കുടിച്ചിട്ട് ഞാൻ പോകൂ. കളിയാണ് കേട്ടല്ലോ. എന്തുകൂടെ നീ പറയുന്നത്? ഇഷ്ടമായി. അച്ഛാ, അച്ഛാ, ഞങ്ങളെ ഒന്നും ചെയ്യരുത്. അവളെ വിടൂ. അതെ, എല്ലാം കണ്ടു കഴിഞ്ഞില്ലേ? എല്ലാവർക്കും പോകാം. അതെ, നാളെ നിങ്ങൾക്കും ഉണ്ടാവും ഇതേ അവസ്ഥ. രാഷ്ട്രീയ നേതാക്കൾക്ക് വേണ്ടിയിട്ട് തല്ലാനും കൊല്ലാനും എന്തിന് കുടുംബം പോലും മറിജീവിക്കുന്ന പല രാഷ്ട്രീയ കീടങ്ങളും ഉണ്ട് ഇപ്പോഴും. ഞങ്ങൾ മൂവരും പല രാഷ്ട്രീയ ചിന്താഗതിക്കാരാണ്. ഇലക്ഷൻ വന്നാൽ ഞങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കും. നിങ്ങൾ വോട്ട് ചെയ്താൽ ഞങ്ങളുടെ ജോലി കഴിഞ്ഞു. കാരണം നേതാക്കന്മാരെ പോലെ ഞങ്ങൾക്ക് ഉണ്ടൊരു കുടുംബം. നീയൊക്കെ ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കത്തില്ലല്ലോ. ഞങ്ങളെ നോക്കിക്കൊള്ളാന്ന് കസരയിരിക്കുന്ന നേതാക്കന്മാര് പറഞ്ഞു. ആരെയും കണ്ടില്ല. എന്റെ നല്ല കിടപ്പുണ്ട്. എനിക്ക് ജയിലിൽ നിന്ന് ഇളവ് കിട്ടി. എനിക്കും ജീവിക്കണം എന്റെ കുടുംബത്തോടൊപ്പം സമാധാനമായിട്ട്. എടാ, ഇനിയെങ്കിലും നേതാക്കന്മാർക്ക് വേണ്ടി ജീവിക്കാതെ സ്വന്തം കുടുംബത്തോടൊപ്പം സമാധാനമായിട്ട് ജീവിക്കാൻ നോക്കടാ. എടാ, ഇയാൾ പഴയ രാഷ്ട്രീയ കൊണ്ടാണ്. ആവശ്യത്തിന് കിട്ടിയല്ല, ഇനി ഈ പരിസരത്ത് കണ്ടുപോരുന്നു. എഴുന്നേറ്റ് പോടാ. ഇനി ഇവരുടെ നേരെ വന്നാൽ ഞങ്ങൾ യുവാക്കൾ രാഷ്ട്രീയം നോക്കില്ല, പറഞ്ഞേക്കാം. ജീവിക്കാൻ സമ്മതിക്കണം, ജീവിക്കാൻ സമ്മതിക്കണം. എന്നെ എന്റെ കുടുംബത്തെ ജീവിക്കാൻ സമ്മതിക്കണം. ഉണരുക, ഉയരുക, ഉണരുക, ഉയരുക, ഉണരുക, ഉയരുക, ഉണരുക, ഉയരുക, ഉണരൂ, ഉണരൂ യുവാക്കളെ. ഉണരും നവയുഗ ചേതന തന്നുടെ, ഉണരും നവയുഗ ചേതന തന്നുടെ ശില്പികളല്ലോ നാം. നവയുഗ ശില്പികളല്ലോ നാം. ഉണരുക, ഉയരുക, ഉണരുക, ഉണരുക, ഉയരുക, ഉണരുക, ഉയരുക, ഉണരൂ, ഉണരൂ യുവാക്കളെ. ഉണരൂ, ഉണരൂ യുവാക്കളെ. വളർത്തു നമ്മൾ സൗഹാർദ്ദത്തിൽ കോർത്തു പിടിച്ച യുഗപ്പിറവി. തിരുത്തു നമ്മൾ പതിറ്റാണ്ടുകളുടെ ചരിത്രമായോരടിമത്തം. തുരത്തു നമ്മൾ ജനകോടികളുടെ രോദന
മക്കളെ